അപ്പം നമ്മൾ ചെയ്യുന്ന ഒറ്റ സദക്കായിരിക്കും നമുക്ക് അള്ളാഹു ആയുസ് ദീർഘിപ്പിച്ച് തരിക. അങ്ങനെയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോകുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആട് മേക്കുന്ന ഒരു ആട്ടിടയനെ കണ്ടു. അയാൾ കണ്ടപ്പോൾ ഈസാ നബി കൂടെ ഉള്ളവരോട് പറഞ്ഞു 20 ദിവസത്തെ ആയുസ്സുണ്ട് അയാൾക്കെന്നത്. 20ാമത്തെ ദിവസം അയാൾ മരിക്കുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതും പറഞ്ഞിട്ട് പോയി. അയാൾ 20 ദിവസം, അയാളറിയില്ല 20 ദിവസം കൂടി ഞാൻ മരിക്കുന്നു. 20 കൊല്ലം കഴിഞ്ഞു. 20 കൊല്ലം കഴിഞ്ഞിട്ട് അതുവഴി ഈസാ നബി വരുമ്പോൾ ഇയാളുടെ ആട് വെക്കുന്നു. അപ്പൊ കൂടുതലവർ പറഞ്ഞു, നബി എങ്ങളല്ലേ പറഞ്ഞു 20 ദിവസം 20 കൊല്ലമില്ലേ, എന്നിട്ട് അയാൾ ആട് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈസാ നബി പറഞ്ഞു, യാ റബ്ബി, നീ അറിയിച്ചത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്നിട്ടും പടച്ചോൻ ഇയാൾക്ക് എന്താ ദീർഘായുസ് കിട്ടിയെന്ന് വെച്ചു. അപ്പൊ നസറൽ അമീൻ മുഖറബൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വന്നിട്ട് ഈസാ നബിയോട് വർത്താനം പറഞ്ഞു കൊടുത്തു. നബിയെ, എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ പോയി കഴിഞ്ഞപ്പോ ഒരു വിശക്കുന്ന മനുഷ്യൻ അതുവഴി വന്നു. അയാൾ എന്തെങ്കിലും ഭക്ഷണത്തിന് തരുമെന്ന് വെച്ചു. ഒരു സാധനം അയാളുടെ കയ്യില്ല, ഈ ആട്ടിടയന്റെ കയ്യിൽ, ആട് മേക്കുന്ന ആളുടെ കയ്യിലില്ല. അയാൾക്ക് ഉച്ചക്ക് തിന്ന 2 റൊട്ടി കഷ്ണം കൊണ്ടുതരുന്നു. അത് അയാൾ ഒന്നെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് തിന്നോളൂ, ഒന്ന് ഞാൻ തിന്നോളാം. അപ്പൊ ആ ഒരു കഷ്ണം റൊട്ടി എന്താ അയാൾ വേർന്നു, പടച്ചോനെ ഇയാൾക്ക് ദീർഘായുസ് ഇട്ട് കൊടുക്കണേന്ന്. ഒരൊറ്റ റൊട്ടി കഷ്ണത്തിന് വേണ്ടി 20 കൊല്ലത്തെ ദീർഘായുസ് അയാൾക്ക് അള്ളാഹു നൽകിയതാണ് എന്ന് ഈസാ നബി പറയുമ്പോൾ നിങ്ങൾ ആലോചിക്ക്. ചിലപ്പോൾ നമ്മളൊരു 100 രൂപ ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ അള്ളാഹുവെ ദീർഘായുസ് തരണേ എന്ന് പറഞ്ഞിട്ട് ഇടുമ്പോൾ ചിലപ്പോൾ നമ്മളറിയില്ല, ചിലപ്പോൾ നാളെ രാവിലെ നമ്മൾ മരിക്കുക, ഇന്ന് രാത്രി മരിക്കാൻ. ചിലപ്പോൾ അള്ളാഹു ആ സദക്ക കാരണന്മാരും അള്ളാഹിൻ്റെ പള്ളി കൊടുക്കുന്ന സദക്കാരനായിരിക്കും നമുക്ക് ചിലപ്പോൾ 10-20 കൊല്ലം ദീർഘിപ്പിച്ച് കിട്ടുക. നമുക്ക് മൊബൈലിൽ റീചാർജ് കുറയുമ്പം ഭയങ്കര ബേജാറാണ് അല്ലേ? തലേന്ന് തന്നെ അനൗൺസ്മെൻറ്റ് വരും, നാളെ നിങ്ങൾ അവസാനത്തെ റീചാർജാണ്, നാളെ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചോ എന്നുള്ള മറ്റിൽ വരൂ. അപ്പോൾ പിന്നെ നമുക്ക് ബേജാറായി വേഗം പിന്നെ മറ്റേ ഗൂഗിൾ പേ ഓണാക്കി നമ്മൾ ചാർജ് ചെയ്ത് അടച്ച്. എന്നാൽ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ ആയുസ് നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആയുസിനെ നമ്മൾ റീചാർജ് ചെയ്യണം. അതിതാണ് നമ്മൾ ആ റീചാർജ്. അതിന് ഓരോ വാലിഡിറ്റി കണക്കെല്ലാം ഉണ്ട്. 300 രൂപയ്ക്ക് ഇത്ര, 299 അത്ര, 1500 ഇത്ര ഉണ്ട്. അപ്പോൾ ഓരോന്നിനോരോ വാലിഡിറ്റിയാണ്. അതുപോലെ നമ്മളെ റീചാർജും നമ്മൾ ചെയ്തു വെക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹിൻ്റെ പള്ളിക്ക് വേണ്ടി നിങ്ങൾ സംഭാവന നൽകണം. കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല. കഥ കഴിക്കണം. കഥ കഴിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടി എൻ്റെ കഥ കഴിക്കും എന്നെനിക്കറിയാം.